അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വദനത്തിൽ ഭോഗുമായി എത്തിച്ചേർന്നു. ഇന്ന് പോയപ്പോൾ വദനത്തിൽ ഏറ്റവും മുന്നിൽ ബ്രഹ്മ ബാബ നിൽക്കുകയായിരുന്നു. മധ്യത്തിൽ മമ്മ നിൽക്കുകയായിരുന്നു. ഒപ്പം മൂന്നാമത്തെ നമ്പറിൽ ദാദി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു സെക്കൻഡ് ഞാൻ 3 രൂപങ്ങളും 3 ദൃശ്യവും കണ്ട് ചിന്തയിലാണ്ടു. മമ്മയെയും ബാബ കാണിച്ചിരിക്കുകയാണ്, എമർജ് ചെയ്തിരിക്കുകയാണ്. ദാദിയെയും എമർജ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ബാബ വദനത്തിൽ തന്നെ ഉണ്ട്. ബാബ പറഞ്ഞു, കുട്ടി, ഇന്നത്തെ സംഘടന വിശേഷിച്ച് അതർ കുമാരന്മാരുടേതും ആണ്. അതർ കുമാരന്മാരിൽ ബ്രഹ്മബാബയ്ക്ക് സമ്മാനം ആകുന്ന കുട്ടികളെ ബാബ ഇന്ന് വിശേഷിച്ച് നോക്കുകയാണ്. പിന്നെ ബാബ ദാദിയുടെ നേർക്ക് സൂചന നൽകിക്കൊണ്ട് പറഞ്ഞു, ഈ കുമാരന്മാർ ആരുടെ കൂട്ടുകാരാണ്? ബാബ ദാദിയെ പ്രതി പറഞ്ഞു, പേര് തന്നെ കുമാർക എന്നാണ്. ബാബയാൽ വയ്ക്കപ്പെട്ട പേര്. ഇത് സേനയാണ്, കുമാരന്മാരുടെ ദാദിയാണ്. മധ്യത്തിൽ മമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. മമ്മയുടെ രൂപം ശക്തികൾ സഹിതം ബാബ വദനത്തിൽ എമർജ് ചെയ്തു. ബാബ പറഞ്ഞു, ഏത് സംഘടനയാണോ മധുബനിൽ വന്നിരിക്കുന്നത്, അവർ വിശേഷിച്ച് തപം ചെയ്യുന്നതിനു വേണ്ടി വന്നിരിക്കുകയാണ്. ബ്രഹ്മബാബയുടെ ഭുജങ്ങളാണ് അതർ കുമാർ. ബ്രഹ്മബാബ അതർ കുമാർ ആയിരിക്കുമ്പോഴും തൻ്റെ മുഴുവൻ പാർട്ടെന്നല്ല തൻ്റെ സർവ്വതും ശിവ് ബാബയിൽ സമർപ്പിച്ചു. അപ്പോൾ ഇന്ന് ബാബ സഭയിൽ ഇത് നോക്കുകയാണ്. എത്ര കുട്ടികൾ ബ്രഹ്മബാബയെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. ബാബ പറഞ്ഞു, ബ്രഹ്മബാബയ്ക്ക് തുടക്കത്തിൽ സാക്ഷാത്കാരം ഉണ്ടായി. ശിവ് ബാബ അഥവാ ഓൾമൈറ്റിയായ ബാബ സാക്ഷാത്കാരം നൽകി. ആ ദൃശ്യം കാണവേ ബാബയ്ക്ക് തൻ്റെ ഉള്ളിൽ നിന്നും വൈരാഗ്യവൃത്തി ഉണ്ടായി. ബാബ സർവ്വതും ഉപേക്ഷിച്ചു. ബാബ പറഞ്ഞു, സംഗമയുഗത്തിൽ നിങ്ങൾ ബ്രഹ്മബാബയുടെ ഭുജങ്ങളാണ്, ബാബയുടേതായിരിക്കുകയാണ്. അപ്പോൾ ബാബയ്ക്ക് തൻ്റെ ഭുജങ്ങളിലൂടെ എത്ര രാവും പകലും ഓരോ സമയവും സേവനത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് സേവനവും വളരെ വേഗതയോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബാബ വദനത്തിൽ ഇരിക്കവേ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളുടെ ചാർട്ടിൽ ഇതും കാണുന്നുണ്ട്. ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അലംഭാവത്തിൽ വന്നു പോകുന്നു, സംഘദോഷത്തിൽ വന്നു പോകുന്നു, ലോകത്തിൻ്റെ നിറം പിടിക്കുന്നു, അതായത് പ്രഭാവമുണ്ടാകുന്നു. ബാബ പറഞ്ഞു, സംഗമയുഗത്തിൽ കുട്ടികളായ നിങ്ങൾ ബ്രഹ്മബാബയുടെ ഭുജങ്ങൾ ആയിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് വിശേഷിച്ച് ബ്രഹ്മബാബയുടെ മാനം കാത്തു സൂക്ഷിക്കണം. പിന്നെ ദാദിയുടെ നേർക്കും കുമാരന്മാരെ പറ്റിയും ബാബ പറഞ്ഞു, ഇവരും ദാദിയുടെ ഭുജങ്ങളാണ്. കാരണം ദാദി എപ്പോഴാണോ സാകാരത്തിൽ ഉണ്ടായിരുന്നത്, അപ്പോൾ ഏതെങ്കിലും കാര്യത്തിനു വേണ്ടിയോ സേവനത്തിനു വേണ്ടിയോ സേവനം ചെയ്യിക്കുന്നതിന് നിമിത്തമായോ എവിടെ പോയാലും ദാദിയോടൊപ്പം കുമാരന്മാരുടെ കൂട്ടം അഥവാ സഹോദരന്മാരുടെ കൂട്ടം, വിശേഷിച്ച്
ദാദിയോടൊപ്പം സേവനത്തിൽ സഹായികളായി. അതിനാൽ ബാബ ഇന്ന് വിശേഷിച്ച വദനത്തിൽ ദാദിയെയും മമ്മയെയും എമർജ് ചെയ്തു. ബാബ വദനത്തിൽ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നു. പിന്നെ മമ്മയോടൊപ്പം മുഴുവൻ ശക്തികളും ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നു. ശക്തികളുടെ കൂട്ടം ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നു. അതും ബാബ കാണുന്നുണ്ട്. ബാബ പറഞ്ഞു, വിശേഷിച്ച് ദാദിയുടെ ദിവസമായ ഓഗസ്റ്റ് മാസം നടക്കുകയാണ്. ബാബയും കാണുന്നുണ്ട്. വിശേഷിച്ച് ബാബയുടെ ബ്രാഹ്മണരായ കുട്ടികൾ ഈ ദിവസങ്ങളിൽ ഭട്ടിയിൽ ഇരിക്കുന്നതിനു വേണ്ടി അഥവാ തപസ്യ ചെയ്യുന്നതിനു വേണ്ടി വരുന്നു. ബാബ പറഞ്ഞു, ലോകത്തിൽ ചില അങ്ങനെയുള്ള ദിവസങ്ങളുണ്ട്. ആ ദിവസം ബിസിനസ് വളരെയധികം വർദ്ധിക്കുന്നു, ഉന്നതി ഉണ്ടാകുന്നു. അതേപോലെ ബ്രാഹ്മണ ആത്മാക്കളായ നിങ്ങൾക്ക് വേണ്ടിയും ബാബയുടെ വീട്ടിൽ ഏതൊരു ഭട്ടിയാണോ നടക്കുന്നത്, ക്ലാസ് നടക്കുന്നത്, അതും നിങ്ങൾക്ക് പുരുഷാർത്ഥം വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം സഹായകമാകുന്നു. ബാബ പറഞ്ഞു, അതിനാൽ ബാബ ഇന്ന് വദനത്തിൽ 3 രൂപങ്ങളും എമർജ് ചെയ്തു. ബാബയുടെ മുന്നിൽ ഭോഗ് വച്ചിട്ടുണ്ടായിരുന്നു. ബാബ വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിച്ചു. പല ആത്മാക്കളുടെയും വിശേഷ ഓർമ്മകൾ ബാബയ്ക്ക് നൽകി. ബാബ പറഞ്ഞു, ബാബയുടെ വീട്ടിൽ വരുന്നവർ ആര് തന്നെയായാലും, കുമാരന്മാർ ആകട്ടെ, അതർ കുമാരാകട്ടെ, മധുരമായ മാതാക്കളാകട്ടെ, അവർ വന്നിരിക്കുകയാണ്. അവരെല്ലാം ഭാവിയിൽ ദേവതമാർ ആകാൻ പോകുന്ന കുട്ടികളാണ്. ഇപ്രകാരം പറഞ്ഞ ശേഷം ബാബ നിങ്ങളെല്ലാ സഹോദരീ സഹോദരന്മാർക്കും വളരെയധികം സ്നേഹസ്മരണകൾ നൽകി. ബാബയെ ഭോഗ് സ്വീകരിപ്പിച്ച ശേഷം താഴെ സാകാര വദനത്തിൽ എത്തിച്ചേർന്നു.